ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ കലണ്ടർ ഇയർ മുതൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സ് വേൾഡ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് അണ്ടർ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ജാനുവരിയിൽ നിന്ന് ഇയർ ടു ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എമർജിങ് മാർക്കറ്റ്സ് ആണെങ്കിലും US മാർക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇനി യൂറോപ്യൻ മാർക്കറ്റ്സ് ആണെങ്കിലും എല്ലാം ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഈ 2024 സെപ്റ്റംബറിൽ വന്ന 26,270 ലെവൽസാണ് അന്നത്തെ ഹൈ. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഹൈ ഇതുവരെ നമ്മുടെ മാർക്കറ്റിന് സർപ്പാസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. റീസെൻ്റായിട്ട് 26,000 മേളിൽ പോയി, പക്ഷേ 26,200 വന്നിട്ട് വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ അണ്ടർ പെർഫോമൻസിൻ്റെ മെയിനായിട്ടുള്ള കാര്യം സിമ്പിൾ ഫാക്ടർ ഈസ് FI സെല്ലിങ്. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIs കണ്ടിന്യൂസ് ആയിട്ടൊരു 3 lakh crores മുകളിൽ ഇന്ത്യൻ സ്റ്റോക്സ് വിറ്റിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിലൊക്കെ അവർ ഒരു ചെറിയ ബൈയിലേക്ക് വന്നെന്നുണ്ടെങ്കിലും സബ്സിക്വൻ്റായിട്ട് വീണ്ടും അവർ സെല്ലിംഗ് ആണ്. അവർ ക്യാഷ് മാർക്കറ്റിൽ ഇക്വിറ്റി സെല്ല് ചെയ്യുന്നത് കൂടാതെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഹ്യൂജായിട്ട് ഷോർട്ടിങ് നടത്തുകയാണ്. എന്ന് വെച്ചാൽ കയ്യിലില്ലാത്ത ഷെയർസ് അവർക്ക് ഫ്യൂച്ചർ മാർക്കറ്റിൽ വിൽക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റിലും അവർ വളരെ ഷോർട്ടാണ്, ക്യാഷ് മാർക്കറ്റിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കുകയാണ്. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ വിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ വാങ്ങുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഡൊമസ്റ്റിക് ഫണ്ട്സ് കൂടുതലാണ്. കാര്യം ഒത്തിരി പൈസ വന്നിട്ട് നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ഒരുപാട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഫണ്ട്സ് ഉണ്ട്. പക്ഷേ അവർ ഇത്രയും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് ഈ FIs ഫ്യൂച്ചേഴ്സിൽ വിൽക്കുന്നതുകൊണ്ടാണ്. നോർമലി FIs ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ്ങിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് റീസെൻറ്റ് ടൈമിൽ അവർ നോർമലി 60% ആയിരിക്കും ഷോർട്ട്. ഇപ്പോൾ 90-95% വരെ ഷോർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ വന്നപ്പോൾ പറഞ്ഞു FIs ഷോർട്ടാണ്, ചിലപ്പോൾ ഒരു ഷോർട്ട് കവറിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഷോർട്ട് കവറിങ് ഉണ്ടായി. 93% ഷോർട്ട് ചെയ്ത് 76 വരെ വന്നു. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ FIs എന്താണ് വിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള റീസണ് നമ്മുടെ കമ്പനികളുടെ അണ്ടർ പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 year ഫോർവേഡ് PE നമ്മൾ 21-22 പ്രൈസ് ഏർണിങ്സ് മൾട്ടിപ്പിൾസിലാണ് നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എമർജിങ് മാർക്കറ്റ്സിൽ ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്സ് വേറെ മാർക്കറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഒരു 10 PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ പകുതി വാല്യുവേഷനേ ഉള്ളൂ ബാക്കിയുള്ള എമർജിങ് മാർക്കറ്റ്സ്. പക്ഷേ US മാർക്കറ്റ്സും ബാക്കിയുള്ള യൂറോപ്യൻ മാർക്കറ്റ്സ് എല്ലാം 22-23%ലായി. കാര്യം അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പെർഫോം ചെയ്തിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഏർണിങ്സ് എന്ന് വെച്ചാൽ 2024-25 ഫുൾ ഇയറിലെ ഏർണിങ്സ് 5% ഉള്ളൂ. ഏർണിങ്സ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ഏർണിങ്സ് ഓഫ് ദി സ്റ്റോക്സ് ഇൻ ദ സെൻസെക്സ് ഓർ നിഫ്റ്റി. 5% മാത്രമേ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളൂ. പക്ഷേ ഒരു 21-22 PE സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15% കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ഗ്രോത്ത് വേണം. അത് നമുക്കില്ല. അപ്പോൾ ഇത് കാരണം FIs നമ്മുടെ മാർക്കറ്റിൽ വിറ്റിട്ട് അവർ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്സിലൊക്കെ അവിടെയൊക്കെ 10% അവിടെയൊക്കെ പ്രൈസ് PE റേഷ്യോ 10 ഉള്ളൂ. അതുകൊണ്ട് അവരവിടെയൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ മാർക്കറ്റൊക്കെ നന്നായിട്ട് കയറിയിട്ട് അവർ അവിടെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിനകത്തുള്ള ഒരു സിൽവർ ലൈൻ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടർ മുതലാണ് നമ്മുടെ കമ്പനികളുടെ ഏർണിങ്സിനൊരു ഗ്രോത്ത് ഇല്ലായിരുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഓരോ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 5% ഏർണിങ്സൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈവൻ ഈ ജൂൺ ക്വാർട്ടറിലും ഏർണിങ്സ് ഗ്രോത്ത് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ സെപ്റ്റംബർ ക്വാർട്ടറിലെ റിസൾട്ട്സ് എല്ലാ കമ്പനികളുടെ റിസൾട്ട്സ് വന്നില്ല. നിഫ്റ്റിയുടെ 50-ൽ 38 കമ്പനീസ് വന്നിട്ടുണ്ട്. ബോർഡർ മാർക്കറ്റിൽ ഒത്തിരി റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി നല്ല ഏർണിങ്സ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 5% എന്നുള്ളത് ഇപ്പോൾ വന്ന കമ്പനികളുടെ ശരാശരി മിഡ് ക്യാപ്സും എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12-15% മൊത്തം ഏർണിങ്സ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. നിഫ്റ്റി കമ്പനീസിന് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു 4 ക്വാർട്ടർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് ഏർണിങ്സ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഏർണിങ്സ് ഗ്രോത്ത് നമ്മൾ ഡിസംബർ ക്വാർട്ടറിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്.
കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗവൺമെൻറ് ഒരുപാട് സ്റ്റിമുലസ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ്സ് നന്നായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ആൾക്കാരുടെ കയ്യിലൊക്കെ ലിക്വിഡ് ഫണ്ട്സ്, ഇൻവെസ്റ്റബിൾ ഫണ്ട്സ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് RBI റേറ്റ് കട്ട് 0.5 വെച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ CRR റേഷ്യോ കട്ട് ചെയ്തിട്ടുണ്ട്, അതും 0.5 + 0.5 കട്ട് ചെയ്തു. അപ്പോൾ CRR റേഷ്യോ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് എമൗണ്ട് ഓഫ് ക്യാഷ് പാർട്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് ദാറ്റ് ബാങ്ക്സ് ഹാവ് ടു കീപ് വിത്ത് റിസർവ് ബാങ്ക്. അപ്പം ബാങ്കിൻ്റെ കയ്യിൽ 2 lakh crores എന്തോ ലിക്വിഡിറ്റി വന്നു. ഇതെല്ലാം കൂടാതാണ് നമ്മുടെ GST കട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ GST കട്ടെന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 22 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 22 നമ്മൾ അതിനുശേഷം GST കട്ട് 28 എന്നുള്ളത് ഇപ്പം വെഹിക്കിൾസിൻ്റെയൊക്കെ 18% ആക്കി, വൈറ്റ് ഗുഡ്സിൻ്റെ 28 എന്നുള്ളത് 18%, AC ആണെങ്കിലും TV ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇത് 22 സെപ്റ്റംബറിന് ശേഷം അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ബിഗിനിങ്ങിലൊന്നും ആരും ഒന്നും മേടിച്ചിട്ടില്ല. കാര്യം 22 കഴിയുമ്പോഴത്തേക്ക് വില കുറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും അത് വെയിറ്റ് ചെയ്തിട്ട് സെപ്റ്റംബർ 22 വേണ്ടിയിട്ട് ഹ്യൂജ് ഒരു കൺസംഷൻ ബേസ്ഡ് ഒരു എക്കോണമിയിലേക്ക് നമ്മൾ പോകുന്ന മട്ടാണ്. കാര്യം ആൾക്കാരുടെ കയ്യിലെല്ലാം എക്സസ് ക്യാഷ് ഉണ്ട്. അപ്പം പീപ്പിൾ സ്റ്റാർട്ടഡ് ബൈയിങ്. ഫോർ എക്സാമ്പിൾ ഒരു കഴിഞ്ഞ ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ. ആ ഫെസ്റ്റിവൽ സീസണിലൊക്കെ പല ഷോറൂമുകളിലും ലാർജ് ഡയമെൻഷൻ TVs ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ വെഹിക്കിൾ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ സെയിൽസാണ് ഒക്ടോബർ മാസം എല്ലാം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അത് നോക്കുകയാണെങ്കിൽ GST കട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. അത് നമ്മൾ തുടക്കമാണ് ഞാൻ പറയുന്നത്. അല്ല, നമ്മുടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് നമുക്ക് എല്ലാവർക്കും അറിയാം 25% + 25% US എക്സ്പോർട്ട് ടാരിഫ് വെച്ചാണ് നമ്മുടെ സെപ്റ്റംബറിലേക്ക് നമ്മുടെ എക്സ്പോർട്ട്സ് 14% നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻറ്റേർണൽ കൺസംഷൻ വരുന്ന കമ്പനീസൊക്കെയാണ് നന്നായിട്ട് ഇപ്പം സെപ്റ്റംബർ ക്വാർട്ടറിൽ റിസൾട്ട്സ് എല്ലാം നന്നായിട്ട് വന്നു. ഓട്ടോമൊബൈൽ കമ്പനീസ് നല്ല റിസൾട്ടായിരുന്നു. ബാങ്ക്സ്, എസ്പെഷ്യലി PSU ബാങ്ക്സ്, ദേ ഹാവ് ഗിവൺ എക്സലൻറ്റ് റിസൾട്ട്സ്. PSU ബാങ്ക്സ് എല്ലാം നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ ഓൾറെഡി കയറി കഴിഞ്ഞു. കൂടാതെ NBFCs നന്നായിട്ട് കയറുന്നുണ്ട്. കാര്യം വെച്ചാൽ അവരുടെ കയ്യിലെല്ലാം they are all having good funds with them and people have money to borrow and buy goods. അപ്പം ഈ 3 കാറ്റഗറിയാണ് ഇപ്പോൾ നന്നായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട്സ് വന്നതിലെല്ലാം ഇതിൻ്റെ എല്ലാം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ 10 to 15% റിസൾട്ട്സിൻ്റെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ സെപ്റ്റംബറിൽ നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇത്ര എക്സ്പെക്ട് ചെയ്യില്ല. കാര്യം GST കട്ട് വന്നിരിക്കുന്നത് 22 വന്നിരിക്കുന്നത്. പക്ഷേ ഒക്ടോബറിൽ മന്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കൺസംഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ GST നിരക്ക് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ഉള്ള കളക്ട് ചെയ്യുന്ന GST അടയ്ക്കുന്നത് ഒക്ടോബർ മന്തിലാണ്. അപ്പോൾ നമ്മളെല്ലാം GST അടയ്ക്കുന്നുണ്ട്. ഒക്ടോബർ 10th 15th അടയ്ക്കുന്നത്. ആ ഒക്ടോബറിൽ അടയ്ക്കുന്ന GSTയുടെ ഫിഗർ നവംബറിലാണ് വരുന്നത്. അപ്പോൾ നവംബറിൽ ഇപ്പോൾ വന്നിരിക്കുന്ന GST ഫിഗേഴ്സ് ഒക്ടോബറിലെ കളക്ഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബറിലുള്ള GST സെയിൽസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ സെപ്റ്റംബറിൽ നമ്മളെല്ലാവരും വിചാരിച്ച് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മന്തായിരിക്കും. കാര്യം ഈ 22 ശേഷമാണ് GST കട്ടുണ്ടായത്. അപ്പോൾ പർച്ചേസ് എല്ലാവരും പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഈവൻ ദെൻ ദ GST കളക്ഷൻ വാസ് 4% ബെറ്റർ ദെൻ ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിനെക്കാട്ടി 4% കൂടുതലായിരുന്നു. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഇനിയിപ്പം നമ്മൾ ഗവൺമെൻറ് റവന്യൂസ് നമ്മൾ കുറയും. കാര്യം 20% എന്നുള്ള 18% ആയപ്പോഴത്തേക്ക് ടോട്ടൽ GST കളക്ഷന് ഗവൺമെൻറ് റവന്യൂസ് കുറയും. ഈവൻ ദെൻ എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിൽ വരുമ്പോഴത്തേക്ക് വളരെ റോബസ്റ്റ് GST കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് GST കട്ട് ചെയ്തത് കൊണ്ട് ഗവൺമെൻറ്റിന് കാര്യമായിട്ടുള്ള വരുമാനമൊന്നും കുറഞ്ഞിട്ടില്ല. ഇനിഷ്യൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 40,000 crores per annum ആണ്. 2 ലക്ഷം കോടി ഒരു മാസം കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് 40,000 കോടി ഒരു വർഷത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഫിഗറാണ്. പക്ഷേ അതുപോലും കവർ ചെയ്തുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ എക്കോണമി ഒരു എന്താ പറയുന്നത്, ഒരു ഡൊമസ്റ്റിക് കൺസംഷൻ ഇതിൽ വെച്ചിട്ട് നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ. അതിൻ്റെ കാര്യം ഏർണിങ്സ് കുറവായിരുന്നു. ഇപ്പോൾ ഏർണിങ്സിൻ്റെ ഗ്രോത്ത് നമ്മൾ ഡിസംബറിൽ വരുമെന്ന് ഉദ്ദേശിച്ച ഗ്രോത്ത് ഇപ്പോൾ സെപ്റ്റംബറിലേ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡിസംബറിൽ ഇതിനെക്കാട്ടി നല്ല ഗ്രോത്ത് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഇയർ എനിക്കൊരു അടുത്ത സെക്കൻഡ് ഹാഫ്
ഓഫ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 5% പകരം മേ ബി ഒരു 10%, 12% വരെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസും, ചിലപ്പോൾ ഫുൾ ഇയർ ഈ 5% എന്നുള്ള 10% ഗ്രോത്ത് വരാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത വർഷം എന്ന് വെച്ചാൽ 25-26 നമ്മൾ ഏർണിങ്സ് ഗ്രോത്ത് 15% ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അണ്ടർ പെർഫോമൻസ് ഇനി അധികകാലം നീണ്ടു പോവില്ല. കാര്യം നമ്മൾ അടുത്ത വർഷത്തെ നല്ല ഏർണിങ്സ് വരുമെന്ന് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വിൽ ഡിസ്കൗണ്ട് എവറിത്തിങ് ഇൻ അഡ്വാൻസ്. ഇനി ഏർണിങ്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യില്ല FISO ആരെങ്കിലും വാങ്ങാനായിട്ട്. ഏർണിങ്സ് വരും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിൽ FIs മേ സ്റ്റാർട്ട് ബൈയിങ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, FIs വിൽക്കുന്നത് FIs വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരൊന്ന് വിറ്റ് നിർത്തിയാൽ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ട്സിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റ് കയറും. അപ്പോൾ FIs ഇപ്പോഴും സെല്ലിംഗ് മോഡിലാണ്. ഇന്നലെ ഒരു 5000 കോടി രൂപയ്ക്ക് FIs വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാർത്തികിനോട് രാവിലെ ചോദിച്ചപ്പോഴത്തേക്ക് അത് ഭാരതി എയർടെല്ലിൻ്റെ സെയിൽസിൽ കുറേ FIs പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. ഈവൻ ദെൻ വാട്ട് വി ഫീൽ ഇസ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ഈ ഗ്രോത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത് നമ്മൾ മാറിയിട്ട് ഒരു ഗ്രോത്ത് പാത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ ഉള്ള നമ്മൾ എല്ലാ മീറ്റിങ്ങിനും ഒരു 6-7 മാസമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ട്രംപിൻ്റെ ടാരിഫ്സ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കണക്ക് 25% നമുക്ക് ടാരിഫ്സ് ഇമ്പോർട്ട് ഡ്യൂട്ടി ട്രംപ് ഗവൺമെൻറ് നമ്മൾ ഇമ്പോസ് ചെയ്തു. കമ്പയർഡ് ടു 18 and 19% ഫോർ അവർ പിയേഴ്സ്. പാകിസ്ഥാന് പോലും 19%, നമുക്ക് 25%. അതിന് മുകളിലൊരു 25% റഷ്യൻ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 25%. അങ്ങനെ നമ്മൾ 50% ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ്. ഈ 50% ഡ്യൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരുമാതിരിപ്പെട്ട ഒരു സാധനവും US എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു 60% ഐറ്റംസിന് ഒരു 40% ഐറ്റംസിന് ഡ്യൂട്ടി ഒന്നും ഇമ്പോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ടിനെ വലിയ കാര്യമായിട്ട് ബാധിച്ചില്ല. പക്ഷേ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ജെംസ് ആൻഡ് ജുവലറി, നമ്മുടെ തിരുപ്പതിയിലൊക്കെ ഉള്ള നമ്മുടെ തിരുപ്പൂറുള്ള നമ്മുടെ ഗാർമെൻറ്റ്, ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ഇതിനെ മനഃപൂർവ്വം ചെയ്താന്ന് തോന്നുന്നു. നമ്മുടെ ലേബറേഴ്സിനെ കഷ്ടപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ റൂറൽ എക്കോണമിയെ കഷ്ടപ്പെടുത്താനായിട്ട് ചെയ്തായിരിക്കാം. അതിലൊക്കെ വളരെ കഷ്ടമാണ്. ഒരുപാട് പേര് ജോലിയില്ലാതെയും ജോബ് കട്ട്സൊക്കെ വന്നിരിക്കുകയാണ്. എന്നിരുന്നു കഴിഞ്ഞാൽ ഓവറോളായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ എക്സ്പോർട്ട് ഡ്യൂട്ടിയെ നമ്മുടെ GDPയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ US-ആയിട്ടുള്ളൊരു ട്രേഡ് എന്ന് പറയുന്നത് $130 ബില്യൺ ആണ് ഉള്ളത്. പക്ഷേ നമ്മുടെ എക്സ്പോർട്ടേഴ്സ് വേറെ മാർക്കറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതൊന്നുമല്ല. ഇന്ത്യയും US-ആയിട്ടുള്ള ട്രേഡ് ഡീൽ ഈസ് ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ്. അത് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറയുന്നുണ്ട്. അവിടുത്തെ ട്രേഡ് ഡീൽസിൽ ഇന്ന് രാവിലത്തെ പത്രത്തിലും ട്രംപ് പറയുന്നുണ്ട്, ഞങ്ങൾ ട്രേഡ് ഡീൽ ഏകദേശം കംപ്ലീറ്റ് ആയി ഉടനെ വരും. നമ്മളെല്ലാവരും പ്രതീക്ഷ ദീപാവലിക്ക് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് വരുമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിലെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് വരുമെന്ന് വിചാരിച്ചു. അതും വന്നില്ല. അതിങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. എന്തായാലും ഒരു അനൗൺസ്മെൻറ്റ് വരും. നമ്മൾ ലേറ്റസ്റ്റ് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ വി വിൽ ഗെറ്റ് എ ബെറ്റർ ഡീൽ ദെൻ അവർ പിയേഴ്സ്. എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ 19 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 or 16 കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ആ അനൗൺസ്മെൻറ്റ് ഇന്നല്ലെങ്കിൽ നാളെ വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഏറെക്കുറെയൊക്കെ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ വരുമെന്നുള്ളത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ദെൻ ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 25% ഈ ഡ്യൂട്ടിയുടെ ടാരിഫ് എടുത്ത് മാറ്റി ബാക്കി ഉള്ളതും ഈ 25 എന്നുള്ളത് 19 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ഉറപ്പായിട്ട് നമ്മുടെ ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പോവുകയും ചെയ്യും. അത് എന്ന് വരുമെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നോക്കുകയാണ്, പേപ്പർ നോക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് കേൾക്കുകയാണ്. എപ്പോൾ വരുമെന്ന് അറിയില്ല. ഇന്ന് രാവിലെ ട്രംപ് പറഞ്ഞായിരുന്നു ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എവറിത്തിങ് ഇസ് റെഡി, എല്ലാം അയൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ഡീൽ വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ഈ 25% ടാരിഫ് നമുക്ക് വന്നിരിക്കുന്ന US-ന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാണല്ലോ. US-ന്ന് വേറെ ഒരുപാട് കൺട്രീസൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ കമ്പനീസൊക്കെ ഒരുപാട് ഗ്യാസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ പർച്ചേസ് 2021 റഷ്യയിൽ നമ്മുടെ ടോട്ടൽ നീഡ്സിൻ്റെ 2% നമ്മുടെ ഓയിൽ ഇമ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമ്മൾ $90 per barrel ആയിരുന്ന സമയത്ത്
റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാർ തുടങ്ങിയപ്പോഴത്തേക്ക് റഷ്യൻ ഓയിൽ ആരും വാങ്ങാതായപ്പോഴത്തേക്ക് വി ആർ ഗെറ്റിംഗ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് $8 per barrel. ആ ഡിസ്കൗണ്ട് ഗ്രാജുവലായിട്ട് നമ്മളും ചൈനയാണ് ഏറ്റവും കൂടുതൽ മേടിച്ചിരുന്നത്. അത് കുറഞ്ഞ് $2 per barrel വരെ ആയി. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് അഡ്വാൻറ്റേജസ് ഇല്ലാത്ത കാരണം നമുക്കൊരു സമയത്ത് 45% വരെ നമ്മുടെ ടോട്ടൽ നീഡ്സ് നമ്മൾ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രാജുവലായിട്ട് അത് കുറഞ്ഞ് ഇപ്പം 30 to 35% ആയിട്ടുണ്ട്. അപ്പം ട്രംപ് ഇന്നും പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇന്ത്യ ഈസ് സ്റ്റോപ്പിംഗ് ഇമ്പോർട്ട് ഓഫ് റഷ്യൻ ഓയിൽ എന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറയ്ക്കാമെന്ന് നമ്മളൊരു വാഗ്ദാനം പറഞ്ഞു. കുറയ്ക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് അഡ്വാൻറ്റേജസ് ഇല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് US വന്നിട്ട് 2 റഷ്യൻ കമ്പനീസിനെ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനീസിനെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പനീസിനെ അവർ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീസുമായിട്ട് നമ്മൾ ഓയിൽ മേടിക്കുന്ന ആൾക്കാർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്കൊന്നും വിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കാരണം റിലയൻസൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. റിലയൻസ് എല്ലാം ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു. കാര്യം വെച്ചാൽ റിലയൻസിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് വെളിയിൽ വിറ്റ് പോകുന്നുണ്ട്. ആരും മേടിച്ചില്ലാത്തുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ആവുന്ന കാര്യം. ഈവൻ ചൈന ഹാസ് സ്ലോ ഡൗൺ. അപ്പോൾ അവർ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് November 21 മുമ്പ് എല്ലാവരും അവരുമായിട്ടൊരു ഡീലിങ്സ് നിർത്തിക്കൊള്ളണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നവംബറിലൊക്കെ നല്ല ഇത് ഉണ്ടാവും, നല്ല ഇമ്പോർട്ട് ഉണ്ടാവും. കാര്യം വെച്ചാൽ നേരത്തെ ഉള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് വരുമായിരിക്കും. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യമായിട്ട് കുറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിന്നിരിക്കുന്ന 30%, 35% എന്നുള്ളത് 20% താഴെ വരും. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം, ട്രംപിന് സന്തോഷം. ട്രംപ് പറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചതെന്ന് വരാം, നമ്മൾ കുറച്ചിട്ട് അപ്പോൾ നമ്മളൊരു ഡീല് നമുക്ക് ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ കാര്യമാണ്. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഗോൾഡും സിൽവറിൻ്റെ റാലിയിൽ നമുക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റിയ ആൾക്കാർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇത്രയും കയറി പോകുന്നു ആരും വിചാരിച്ചില്ല. ഈ വർഷം തന്നെ ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ 50%, 60% ഗോൾഡിൻ്റെ സിൽവറിൻ്റെയൊക്കെ റേറ്റ് കയറിയിട്ടുണ്ട്. ഞാനിപ്പം റീസെൻ്റായിട്ട് ഗോൾഡ് സിൽവറും നല്ല കീനായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡ് പ്രൈസസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 4000 കട്ട് ചെയ്ത് $4400 per ounce വരെ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ എനിക്കത് കൊറലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡോളർ പറയുന്നത്. അപ്പോൾ 4398 വരെ പോയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പം 4000 റേഞ്ചിൽ വന്നിരിക്കുകയാണ്. അപ്പം 3900 വരെ വന്നു. ഇപ്പോൾ 3950, 4000 ഈ ലെവലിൽ നിൽക്കുകയാണ്. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡിന് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. 3950, 4000 നല്ല സപ്പോർട്ടുണ്ട്. അപ്പം അതേപോലെ സിൽവർ $54 per ounce വരെ പോയി. ആ 54 നിന്ന് കറക്റ്റ് ചെയ്തിട്ട് 46 താഴെ വന്നിട്ട് ഇപ്പോൾ 4650 ആ ലെവൽസിൽ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ലെവൽസിൽ നിൽക്കുകയാണ്. ഈ ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് എക്സ്പേർട്സ് പറയുന്നത് ഇപ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ജാനുവരി ടു മാർച്ചുള്ള ക്വാർട്ടറിൽ, ആ ക്വാർട്ടറിൽ കലണ്ടർ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ നേരത്തെ വന്ന 4400 ഗോൾഡിൻ്റെ പ്രൈസും സിൽവർ നേരത്തെ വന്ന 54 കട്ട് ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡും സിൽവറും ഒക്കെ വാങ്ങിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ പീരീഡിൽ നമ്മൾ ETF ട്രേഡ് ചെയ്യുന്നത്, ഗോൾഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ETF ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ETF ഇപ്പോൾ കുറച്ച് ആക്ച്വൽ ഗോൾഡ് പ്രൈസിനെ കാട്ടി ഡിസ്കൗണ്ടിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് 10 to 12% പ്രീമിയത്തിലായിരുന്നു ETF ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം വെച്ചാൽ ഈ ആൾക്കാർക്ക് ഗോൾഡ് പോയി വാങ്ങാൻ പറ്റുന്ന ETF മേടുന്നതാണ്. ETF എല്ലാവരും കൂടെ വാങ്ങിക്കൂട്ടിയിട്ട്, അതുപോലെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സിൽ ഈ ഗോൾഡ് ഫണ്ട്സ് എല്ലാം വന്നിട്ട് അവർ വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗോൾഡ് സിൽവറും മേടിക്കാനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.